കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബേസിക് കെമിസ്ട്രി ഓണർ സെക്കൻഡ് സെമ്മിൽ മേജർ കോഴ്സ് ആയിട്ടുള്ള ഫിസിക്കൽ കെമിസ്ട്രി ഓൺ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അതിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ അതാണ് നോക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ കൈനറ്റിക് തിയറി? ഇപ്പം ടെക്സ്റ്റിൽ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഞാൻ അതൊന്നും പറയുന്നില്ല. ഈ സിലബസിൽ കാണുന്ന എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയിട്ടുള്ള മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഒരു ഗ്യാസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പ്രഷറും വോളിയം ടെമ്പറേച്ചർ അതുപോലെ നമ്പർ ഓഫ് മോൾസ് ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്നത്, പിന്നെ അങ്ങനെയൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട്, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഗ്യാസിനെ പറ്റിയിട്ടുള്ള ഒരു പൂർണ്ണമായിട്ടൊരു എക്സ്പ്ലനേഷനൊക്കെ തരുന്ന ഒരു തിയറമാണ് ഈ കൈനറ്റിക് മോളിക്കുലർ തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത്. ആദ്യം ഈ ലോ കൊണ്ടുവന്നത് പ്രപ്പോസ് ചെയ്തത് ബെർണോളി ആയിരുന്നു. പിന്നെ കഴിഞ്ഞ് ക്ലേഷ്യസ്, അതുപോലെ മാക്സ്വെൽ, ബോൾസ്മാൻ, അങ്ങനെ വണ്ടർവാൾസ്, അങ്ങനെ പല സയൻറ്റിസ്റ്റുകളും അവരും ഇത് ഒരുമിച്ച് ചേർത്ത് കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ ഒരു ലോ ആക്കി മാറ്റി, പിന്നീട് ഒരു തിയറി. ഓക്കെ, അപ്പോൾ ബേസിക്കായിട്ട് ഇതിനൊരു 8 പോസ്റ്റുലേറ്റ് ഉണ്ട് ഈ തിയറിയെ കുറിച്ച്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഡെറിവേഷനാണ് പഠിക്കാനുള്ളത്. പക്ഷേ ഡെറിവേഷൻ പറയുന്ന മുമ്പ് എന്താണ് ഒരു കൈനറ്റിക് തിയറി ഓഫ് മോളിക്യൂൾ, അതിൻ്റെ ആ ഒരു പോസ്റ്റ്ലേറ്റ്സ്, അത് എന്താ സംഭവം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്കത് ആ പറയുമ്പോൾ നിങ്ങൾക്ക് ഡെറൈവ് ചെയ്യുമ്പോൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് നമുക്ക് ആ പോസ്റ്റ്ലേറ്റ്സ് ഒന്ന് പറഞ്ഞു പോവാം. ഇപ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യുക, ഒരു കണ്ടെയ്നറിൽ ഞാൻ ഒരു കണ്ടെയ്നറിൽ ഒരു ഗ്യാസ് എടുത്തിരിക്കുന്നു. അപ്പോൾ കുറച്ച് എമൗണ്ട് ഓഫ് ഗ്യാസ്, ഏതെങ്കിലും ഒരു ഗ്യാസ്, ഇപ്പോൾ ഒരു O2 ഗ്യാസ് ആണെന്ന് വിചാരിക്കാം. O2 മോളിക്യൂൾ അറിയാലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഓക്സിജൻ ഗ്യാസ് അതാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു ഗ്യാസിൽ ഞാൻ ഇവിടെ പിക്ചറിൽ കാണുന്ന പോലെ കുറേ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടാകും. ഓക്കെ, കുറേ ഗ്യാസ് മോളിക്യൂൾസ് അവിടെ ഇങ്ങനെ ഉണ്ടാവും. കുറേ പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ മനസ്സിലും കുറേ പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ ആ കുറേ പാർട്ടിക്കിൾസ് അവിടെ കാണാൻ പറ്റും. അതെല്ലാം ചേർന്നാണ് ഗ്യാസ്. അപ്പോൾ ഫസ്റ്റ് പോസ്റ്റേറ്റ് പറയുന്നത് എ ഗ്യാസ് ഈസ് കമ്പോസ്ഡ് ഓഫ് ലാർജ് നമ്പർ ഓഫ് സ്മോൾ ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾസ് കോൾഡ് മോളിക്യൂൾസ്. ഓൾ മോളിക്യൂൾസ് ഓഫ് ഗിവൺ ഗ്യാസ് ആർ ഐഡൻറ്റിക്കൽ ബട്ട് ഡിഫർ ഫ്രം ദോസ് ഓഫ് അനദർ ഗ്യാസ്. അതായത് നമുക്ക് കാണുന്ന ഒരു ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്, അപ്പോൾ ഒരു ഗ്യാസ് എന്ന് പറയുന്നത്, അപ്പോൾ ഒരു ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കുറേ ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾസ്, അതായത് കുറേ പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, ഈ കുറേ പാർട്ടിക്കിൾസ് കൊണ്ട് കമ്പോസ് ചെയ്തതിനെയാണ് നമ്മൾ ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാർട്ടിക്കിൾസിനെ വിളിക്കുന്ന പേരാണ് മോളിക്യൂൾസ്. അപ്പോൾ കുറേ ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള മോളിക്യൂൾസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഒരു ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന ഈ ഓരോ മോളിക്യൂൾസും പരസ്പരം ഐഡൻറ്റിക്കലാണ്. ഒരു ഗ്യാസിൻ്റെ ഓരോ മോളിക്യൂൾസും പരസ്പരം ഐഡൻറ്റിക്കലാണ്. പക്ഷേ അനദർ ഗ്യാസ്, മറ്റൊരു ഗ്യാസ്, നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് എന്താണ്? O2 ഗ്യാസാണ്. പക്ഷേ N2 ഗ്യാസ് വരുന്ന സമയത്ത് അവിടെ ഇത് ഐഡൻറ്റിക്കൽ ആയിരിക്കില്ല. കാരണം O2 ഗ്യാസിലെ എല്ലാ മോളിക്യൂൾസും പരസ്പരം ഐഡൻറ്റിക്കലാണ്. പക്ഷേ വേറൊരു ഗ്യാസ് ഡിഫർ ഫ്രം ദി അനദർ ഗ്യാസ്, മറ്റൊരു ഗ്യാസിലെ മോളിക്യൂൾസായിട്ട് ഒരിക്കലും ഐഡൻറ്റിക്കൽ ആയിരിക്കില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പരസ്പരം ഐഡൻറ്റിക്കലാണ്, പക്ഷേ വേറൊരു ഗ്യാസിനെ സംബന്ധിച്ച് ഐഡൻറ്റിക്കൽ ആയിരിക്കാം. അടുത്തെന്ന് പറയുന്നത് the molecules are so small that their actual volume is negligible in comparison with the total volume occupied by the gas. അപ്പോൾ നമുക്കിത് നോക്കിയാൽ മനസ്സിലാവും, കുറേ പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, കുറേ മോളിക്യൂൾസ്. അപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ വോളിയം എടുക്കുന്ന സമയത്ത്, ഒരു മോളിക്യൂൾ, കുഞ്ഞു മോളിക്യൂൾ, അതിൻ്റെ വോളിയം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കുറച്ച് വോളിയമേ ഉണ്ടാവുള്ളൂ, ചെറിയ വോളിയം. ഓക്കെ, അപ്പോൾ ബാക്കി ചുറ്റും നിങ്ങൾ നോക്കാം, ചുറ്റും അവിടെ എന്താണ്? കുറേ മോളിക്യൂൾസ് വേറെയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു മോളിക്യൂളിൻ്റെ വോളിയം എത്ര ഉണ്ടാകും നമുക്ക് അറിയാമല്ലോ. ആ ഒരു മോളിക്യൂളും നമ്മൾ ടോട്ടൽ ഗ്യാസിൻ്റെ വോളിയം കൂടെ കൺസിഡർ ചെയ്യുക. ഒരു മോളിക്യൂളിൻ്റെ വോളിയം ഒരു ഇത്തിരി ഉണ്ടാവുള്ളൂ, ടോട്ടൽ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വോളിയം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ചെറിയ വോളിയം, ഇപ്പോൾ ആ ഒരു ചെറിയ വോളിയം നമുക്ക് നെഗ്ലക്റ്റ് ചെയ്ത് കളയാം, അത് ഒഴിവാക്കി കളയാം. അത് നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഒരു മോളിക്യൂളിൻ്റെ വോളിയവും ഒരു 500 മോളിക്യൂളിൻ്റെ വോളിയം നോക്കുന്ന സമയത്ത് നല്ല ഡിഫറൻസ് അല്ലേ? അപ്പോൾ നമുക്ക് ആ ഒരു മോളിക്യൂൾസിൻ്റെ, അതായത് നിങ്ങൾ കടലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കടലിൽ പോകുന്നുണ്ടെങ്കിൽ കടലിൽ നിന്ന് ഒരു തുള്ളി വെള്ളം നിങ്ങൾ എടുത്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ കടലിൽ വല്ല ചേഞ്ച് വരും? നിങ്ങൾ കടലിൽ പോയി നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ബക്കറ്റിൽ വെള്ളം, അത് നിങ്ങൾ ഒരു തുള്ളി വെള്ളം എടുത്ത് മാറ്റി, അപ്പോൾ വല്ല ചേഞ്ച് ഉണ്ടാവുമോ? ഇല്ല. അതുപോലെ ആ ഒരു കണ്ടെയ്നറിലെ മോളിക്യൂൾസ്, ഗ്യാസ് മോളിക്യൂൾസിൽ ഒരു മോളിക്യൂളിൻ്റെ വോളിയം എന്ന് പറയുന്നത് മറ്റ് ടോട്ടൽ ഗ്യാസിൻ്റെ വോളിയം അപേക്ഷിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെഗ്ലക്റ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി നമ്മൾ
ആ ഒരു ഗ്യാസിൽ കുറേ മോളിക്യൂൾസ് ഉണ്ടെന്ന് അറിയാം. ആ മോളിക്യൂൾസ് എല്ലാം പരസ്പരം എന്താണ് കൊളൈഡ് ചെയ്യുന്നുണ്ട്. അവരൊരു റാൻഡം മോഷനാണ്, ഒരു കൃത്യമായ ഡയറക്ഷനിലോട്ടായിരിക്കില്ല എല്ലാ മോളിക്യൂൾസും എന്ത് ചെയ്യുക മൂവ് ചെയ്യുന്നത്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റാൻഡം മോഷനിലാണ് ഇരിക്കുന്നത്. അപ്പം കൃത്യമായ ഡയറക്ഷൻ ഒന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുള്ള ഒരു മോഷനായിരിക്കും അവർക്കുണ്ടാവുക. റാൻഡം മോഷനാണ് അവിടെ ഉള്ളത്. ഓക്കെ, അവർ പരസ്പരം കൊളൈഡ് ചെയ്യുന്നുണ്ട്, പരസ്പരം ഇടിക്കുന്നുണ്ട്, പരസ്പരം കൊളൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ടെയ്നർ, ആ ഒരു ഗ്യാസ് എടുത്തിരിക്കുന്ന ആ ഒരു കണ്ടെയ്നറിലോട്ടും കൊളൈഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വാൾസ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു കൊളൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. എവിടെയൊക്കെ? ആ മോളിക്യൂൾസിൽ പരസ്പരം കൊളൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ കണ്ടെയ്നറിൽ കൊളൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കൊളീഷൻസ് എല്ലാം എന്താണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. അതായത് ഓൾ മോളിക്കുലാർ കൊളീഷൻസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സോ ദാറ്റ് ദർ ഈസ് നോ നെറ്റ് ലോസ് ഓഫ് എനർജി. ഈ കൊളീഷൻസ് എല്ലാം എന്താണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. ഇലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എനർജി നഷ്ടപ്പെടുന്നില്ല, നോ നെറ്റ് ലോസ് ഓഫ് എനർജി. അപ്പോൾ അവിടെ ഒരു എനർജി എന്തുന്നില്ല, നഷ്ടപ്പെടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെ പറഞ്ഞത്. അപ്പം ആദ്യത്തെ 4 പോസ്റ്റ്ലേറ്റ്സ് ഇത്രയേ ഉള്ളൂ. ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് കമ്പൈൻ ചെയ്തിട്ടാണ് ഗ്യാസ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്. പിന്നെ പരസ്പരം റാൻഡം മോഷനാണ്, കൊളൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇലാസ്റ്റിക് ആണ്. ഓക്കെ, ഇനി അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് ഡ്യൂ ടു ദ ഇലാസ്റ്റിക് ബൊംബാർഡ്മെൻറ്റ് ഓഫ് ദ മൂവിങ് മോളിക്യൂൾസ് ഓൺ ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. അപ്പോൾ നമുക്കറിയാം അവിടെ കൊളൈഡ് ചെയ്യുന്നത്, നമുക്കറിയാം എന്താണ് പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താണ്? P=F/A, ഫോഴ്സ് പെർ ഏരിയ. അപ്പോൾ അവിടെയുള്ള കണ്ടെയ്നറിന് വാൾസിലോട്ട് ആ വാൾസിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പ്രഷർ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവില്ലേ? അപ്പോൾ അതാണ് അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത്. അവിടെ വാൾസിലോട്ട് കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്യാസിൻ്റെ പ്രഷർ എന്ന് പറയുന്നതാണ് ഡ്യൂ ടു ദ ഇലാസ്റ്റിക് ബൊംബാർഡ്മെൻറ്റ് ഓഫ് ദ മൂവിങ് മോളിക്യൂൾസ് ഓൺ ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പ്രഷർ എന്ന് പറയുന്നത് അവിടെ കൊളൈഡ് ചെയ്യുന്ന സമയത്ത്, വാളിലോട്ട് കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത്. ഇനി അവിടെ നമ്മൾ മോളിക്യൂൾസ് തമ്മിൽ, ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ പരസ്പരം ഒരു അട്രാക്ഷനും ഉണ്ടാവില്ല, നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അവിടെ നമ്മൾ പറഞ്ഞു കുറേ മോളിക്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് പറയുമ്പോഴും ആലോചിക്കുക, ഒരു കണ്ടെയ്നർ എടുത്തു, ആ കണ്ടെയ്നറിൽ ഗ്യാസാണുള്ളത്, കുറേ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഗ്യാസ് മോളിക്യൂൾസ് പരസ്പരം ഒരു അട്രാക്ഷനും ഇല്ല, നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇത് കൈനറ്റിക് തിയറിയാണ് പറയുന്നത്. ഇതിൽ പല കാര്യങ്ങളും പിന്നീട് തെറ്റാണെന്ന് തെളിയിച്ചിട്ടുണ്ട്, പലതും ശരിയാണെന്ന് അവർ പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ തിയറി എന്താണ് പറയുന്നതെന്ന് പഠിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ്? ഇത്രയേ ഉള്ളൂ. അവിടെ മോളിക്യൂൾസ് തമ്മിൽ പരസ്പരം ഒരു അട്രാക്ഷൻസും ഇല്ല, നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി എന്താണ് നമുക്ക് പറയാം, ഈ നമ്മൾ പറഞ്ഞു റാൻഡം മോഷനാണ്, മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും റാൻഡം മോഷനാണ്. അപ്പോൾ അവയുടെ വെലോസിറ്റിയും അതുപോലെ ആയിരിക്കില്ലേ? എല്ലാവരും ഒരേ വെലോസിറ്റി, ഒരേ സ്പീഡിലാണോ എല്ലാ മോളിക്യൂൾസും മൂവ് ചെയ്യുന്നത്? ആയിരിക്കില്ല. ഓരോ മോളിക്യൂൾസും ഓരോ സ്പീഡിൽ, ഓരോ വെലോസിറ്റിയിലായിരിക്കും മൂവ് ചെയ്യുക. നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 12mv² ആണ്. അപ്പോൾ ഇവിടെ വെലോസിറ്റി ഓരോ മോളിക്യൂൾസിനും വ്യത്യാസമല്ലേ? അത് വ്യത്യാസമായിട്ട് മാറി മാറി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് വെലോസിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ കൈനറ്റിക് എനർജി എന്താവും? ചേഞ്ച് ആവും. അപ്പോൾ കൈനറ്റിക് എനർജി എല്ലാ മോളിക്യൂൾസിൻ്റെയും, ഓരോ മോളിക്യൂൾസിൻ്റെയും എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ ഈ മോളിക്യൂൾസിൻ്റെ ആ മോഷൻ എന്ന് പറയുന്നത് കൂടും. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ആ മോളിക്യൂൾസിൻ്റെ മോഷൻ കൂടും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം മോഷൻ, അതായത് സ്പീഡ്, വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ടെമ്പറേച്ചർ കൂടുമ്പോൾ വെലോസിറ്റി കൂടും, വെലോസിറ്റി കൂടുമ്പോൾ കൈനറ്റിക് എനർജിയും ചേഞ്ച് വരും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ആ പോസ്റ്റ്ലേറ്റ്സ്. എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് ഡെറിവേഷനിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് എന്താണ് ഈ കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുക, ഒന്നുമില്ല, നമ്മളൊരു കണ്ടെയ്നർ എടുക്കുന്നു. അപ്പോൾ അവിടുത്തെ ഐഡിയൽ ഗ്യാസ്, അപ്പോൾ അതിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടാകും? n മോളിക്യൂൾസ്. നമുക്ക് കൃത്യമായിട്ട് പറയും, നമ്മൾ അറിയാമല്ലോ, നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എപ്പോഴും എങ്ങനെയാണ്? കൺസിഡർ n മോളിക്യൂൾസ് ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. അപ്പോൾ n മോളിക്യൂൾസ് അവിടെ ഉണ്ട്. അവിടുത്തെ വോളിയം എന്ന് പറയുന്നത് v ആണ്. അവിടെയുള്ള പ്രഷർ, അവിടെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് p. അപ്പോൾ നമ്മളൊരു കണ്ടെയ്നർ എടുക്കുന്നു, അതിൽ ഐഡിയൽ ഗ്യാസിൻ്റെ വോളിയം v, പ്രഷർ p, അവിടെ n മോളിക്യൂൾസ് ഉണ്ട്. ഇനി ഓരോ മോളിക്യൂളും, കുറേ മോളിക്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഓരോ മോളിക്യൂൾസിൻ്റെയും വെലോസിറ്റി എന്ന് പറയുന്നത് C1 C2. ഒരു മോളിക്യൂളിൻ്റെ വെലോസിറ്റി C1, അടുത്തത് C2.
അതിൻ്റെ അപ്പുറത്ത് C3, അങ്ങനെ C4 C5 അങ്ങനെ N മോളിക്യൂൾസിൻ്റെ എന്നിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് Cn വരെ. ഓക്കെ, അപ്പോൾ ഇതാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ കൺസിഡർ ആൻ ഐഡിയൽ ഗ്യാസ് ഓക്കെ ഓഫ് വോളിയം V എക്സർട്ടിങ് പ്രഷർ P N മോളിക്യൂൾസ്. അപ്പോൾ അവിടുത്തെ ഓരോന്നിൻ്റെയും വെലോസിറ്റി C1 C2 Cn വരെയാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ കൈനറ്റിക്കൽ ഗ്യാസ് ഇക്വേഷൻ PV = 1/3 mNu². ഇങ്ങനെയാണ് വരിക. എന്താണ് കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്? PV = 1/3 mNu². ഇത്രയേ ഉള്ളൂ. ഇതിൽ M എന്ന് പറയുന്നത് ആ ഓരോ മോളിക്യൂൾസിൻ്റെയും മാസാണ്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ്. U എന്ന് പറയുന്നത് RMS വെലോസിറ്റിയാണ്. നമുക്ക് ഇത് RMS അതുപോലെ മോസ്റ്റ് പ്രോബബിൾ ആവറേജ് വെലോസിറ്റി എന്തൊക്കെ അങ്ങനെ കുറച്ച് ടേംസ് ഉണ്ട്. അത് പിന്നീട് പറയുന്നതായിരിക്കും ചാപ്റ്ററിൽ തന്നെ. ഇപ്പോൾ നിങ്ങൾ RMS വെലോസിറ്റി എന്താണെന്ന് ആ ഒരു ഇക്വേഷൻ അറിഞ്ഞു വെച്ചാൽ മതി. RMS വെലോസിറ്റിനെയാണ് നമ്മൾ U എന്ന് പറയുന്നത്, സ്മോൾ u. ആ സ്മോൾ u = നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഓരോ വെലോസിറ്റി ഉണ്ടാകുന്ന ഓരോന്നിനും. അപ്പോൾ ആ C1 C2 അതിൻ്റെ എല്ലാത്തിൻ്റെയും സ്ക്വയർ C1² + C2², അങ്ങനെ എല്ലാത്തിൻ്റെയും സ്ക്വയർ അത് ഡിവൈഡഡ് ബൈ എത്ര മോളിക്യൂൾസ് ഉണ്ട് ആ ക്യാപിറ്റൽ N, അതിൻ്റെ റൂട്ടാണ് RMS വെലോസിറ്റി U. അപ്പോൾ എന്താണ് കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്? PV = 1/3 mNu². ഇതാണ് കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൽ നമുക്ക് ഇപ്പോൾ നിങ്ങൾ ഒരു ഐഡിയൽ 1 mol ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് ആണ് എടുക്കുന്നത് വിചാരിക്കാം. 1 mol ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് എടുക്കുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും ഉണ്ടാവുക? അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് N0 എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്താവും? PV = 1/3 m N0u². അങ്ങനെയാവും. അപ്പോൾ ഈ സ്മോൾ എമ്മും N0 അത് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് ക്യാപിറ്റൽ M എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ നമ്മുടെ ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് PV = 1/3 MU² എന്നായിട്ട് മാറും. ഇതാണ് കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ. ഇതിനാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെറിവേഷനിലോട്ട് പോവാം. ഇപ്പോൾ ഡെറിവേഷൻ, അതായത് കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒരു ക്യൂബ് ഷേപ്പിലുള്ള ഒരു കണ്ടെയ്നർ നോക്കാം. അപ്പോൾ അതിനകത്ത് നമുക്കറിയാം കണ്ടെയ്നറിനകത്ത് ഗ്യാസ് ഉണ്ടാവും. അപ്പോൾ ഗ്യാസ് എന്ന് പറയുമ്പോൾ ആ ഗ്യാസിനകത്ത് കുറേ ഗ്യാസ് മോളിക്യൂൾസ്, ഇപ്പോൾ ഈ ഒരു കണ്ടെയ്നറിനകത്ത് കുറേ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടാകും. N നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഈ കണ്ടെയ്നറിനകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് പറയും? അപ്പോൾ N നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. അതിന് മുമ്പായിട്ട് ഈ പ്രഷർ എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നപ്പോൾ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഗ്യാസ് മോളിക്യൂൾസ് ഓരോ മോളിക്യൂൾസും ഈ കണ്ടെയ്നറിൻ്റെ ഒരു വശത്ത് വാളിൽ, ഏതെങ്കിലും ഒരു വാളിൽ, കണ്ടെയ്നറിൻ്റെ വാളിൽ പോയി തട്ടുമ്പോൾ ആ കൊളീഷൻ കാരണമാണ് അവിടെ പ്രഷർ ഉണ്ടാകുന്നത്. ഈ ഗ്യാസ് മോളിക്യൂൾസ് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത് ഈ കണ്ടെയ്നറിൻ്റെ വാളിൽ പോയി തട്ടുമ്പോഴാണ്. അതാണ് അവിടെ പ്രഷറായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ പ്രഷർ എന്ന് പറയുന്നത് എന്താണ് ആ വാളിൽ പോയി തട്ടുന്ന ഇലാസ്റ്റിക് കൊളീഷൻ കാരണമാണ് അവിടെ പ്രഷർ ഉണ്ടാകുന്നത്. ഓക്കെ, പ്രഷർ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എത്രയുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ കണ്ടെയ്നർ ഒരു ക്യൂബ് ഷേപ്പുള്ള ഒരു കണ്ടെയ്നർ എടുത്തു. അപ്പോൾ അതിൻ്റെ ഓരോ വശം എഡ്ജ് ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. നമ്മൾ ഈ ഒരു വശം, ഈ ഒരു സൈഡ്, അതിന് പേരിട്ടിരിക്കുന്നത് A ആണ്. അപ്പോൾ ഇതൊരു A എന്ന് പറഞ്ഞുള്ളൊരു സൈഡ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്? കൊളീഷൻ ചെയ്യും. അപ്പോൾ വാളിലോട്ട് ഒന്ന് കൊളൈഡ് ചെയ്യും. അപ്പോൾ ഒരു മോളിക്യൂൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഗ്യാസ് മോളിക്യൂൾസ് ഈ A എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സൈഡിലോട്ട് ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യുന്നു? കൊളൈഡ് ചെയ്യുന്നു. എന്നിട്ട് അത് തിരിച്ചു പോകും, റീബൗണ്ട് ചെയ്യും. ഇലാസ്റ്റിക് കൊളീഷൻ ആയതുകൊണ്ട് അതെന്ത് ചെയ്യും? തിരിച്ച് റീബൗണ്ട് ചെയ്യും. ഇപ്പോൾ ഇങ്ങനെ വന്നത് തിരിച്ചെന്ത് ചെയ്യും? അത് റീബൗണ്ട് ചെയ്യും. ഇപ്പോൾ ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കുക. ഇവിടെ A വശത്തോട്ട് വന്നു, എന്നിട്ട് അതെന്ത് ചെയ്യും? തിരിച്ച് റീബൗണ്ട് ചെയ്യും. ഓക്കെ, ഇവിടെ വന്നിട്ട് തിരിച്ച് റീബൗണ്ട് ചെയ്യും. ഇതുവരെ മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ N നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഇതിനകത്തുണ്ട്. N നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. ഓരോ ഗ്യാസ് മോളിക്യൂൾസിലും മാസ് എന്ന് പറയുന്നത് M മാസാണ്. ഈ ക്യൂബിൻ്റെ എഡ്ജ് ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്യാസ് മോളിക്യൂൾസിന് നമ്മൾ വെലോസിറ്റിയും C നമ്മൾ ഇപ്പോൾ ഇവിടെ വായിച്ചാൽ മനസ്സിലാവും. ഗ്യാസ് മോളിക്യൂൾസ് ഓരോ മോളിക്യൂൾസിൻ്റെയും വെലോസിറ്റി എന്ന് പറയുന്നത് C ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വെലോസിറ്റി റിസോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 കിട്ടും. Cx, Cy, Cz എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്യാസ് മോളിക്യൂൾസിനെ ഇവിടെ നമ്മൾ റിസോൾവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 3 കിട്ടും. C² എന്ന് പറയുന്നത് Cx² + Cy² + Cz² ആണ്. അപ്പോൾ ടോട്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് Cx², അതിന് സമ്മാണ് Cy² + Cz². നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? നമ്മളിവിടെ എലോങ് എക്സ് ഡയറക്ഷനിലോട്ടുള്ളത് മാത്രം നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. എക്സ് ഡയറക്ഷനിലോട്ടുള്ളത് മാത്രം. അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു മോളിക്യൂൾ കൺസിഡർ ചെയ്യുന്നു. ഈ ഒരു മോളിക്യൂൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു
ക്യൂബിൻ്റെ എ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വാൾ ആ സൈഡിലോട്ട് വന്നിട്ട് ആ ഒരു ഫേസിലോട്ട് കൊളൈഡ് ചെയ്യുന്നു. കൊളൈഡ് ചെയ്തതിന് ശേഷം അതെന്ത് ചെയ്യുന്നു, തിരിച്ച് റീബൗണ്ട് ചെയ്യും. നമുക്കറിയാം വന്ന് കൊളൈഡ് ചെയ്യുന്നു, എന്നിട്ട് ഇലാസ്റ്റിക് കൊളീഷനാണ്. അപ്പോൾ അതെന്ത് ചെയ്യും, തിരിച്ച് റീബൗണ്ട് ചെയ്യും, ഇവിടെ വന്നിട്ട് തിരിച്ചു പോകും. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ അറിയാം. മൊമെൻറ്റം എന്തായിരുന്നു ഇക്വേഷൻ? മൊമെൻറ്റം എന്ന് പറയുന്നത് P = mv ആണ്. നമുക്കിവിടെ വിക്ക് വരെ നമ്മൾ എടുത്തിരിക്കുന്നത് cx ആണ്. അപ്പോൾ ഇതാണ് മൊമെൻറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൈഡ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എയിലോട്ട് വരുന്ന സമയത്ത് അവിടുത്തെ മൊമെൻറ്റം എന്ന് പറയുന്നത് mcx ആണ്. തിരിച്ച് അത് റീബൗണ്ട് ചെയ്യുമ്പോൾ അവിടെ തിരിച്ച് വരുമ്പോൾ റീബൗണ്ട് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ മൊമെൻറ്റം എന്ന് പറയുന്നത് -mcx ആയിരിക്കും. അവിടുത്തെ മൊമെൻറ്റം എന്ന് പറയുന്നത് -mcx, കാരണം അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ. അപ്പോൾ -mcx. ഓക്കെ, അപ്പോൾ ഒരു മോളിക്യൂൾ വരുന്നു, അത് തിരിച്ചു വരുന്നു, റീബൗണ്ട് ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ മൊമെൻറ്റം മനസ്സിലാക്കി വെക്കാം. അപ്പം ഒരു സൈഡിൽ ഒരു വശം ആദ്യം എന്ത് ചെയ്യുന്നു, mcx ഒരു മൊമെൻറ്റം, തിരിച്ചു വരുമ്പോൾ -mcx. അപ്പോൾ ഇനി നമ്മൾ ചേഞ്ച് ഇൻ മൊമെൻറ്റമാണ് കണ്ടുപിടിക്കേണ്ടത്. ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് മൈനസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഒരെണ്ണം എന്ന് പറയുന്നത് mcx ആണ്, ഒരു മൊമെൻറ്റം എന്ന് പറയുന്നത് mcx ആണ്. അതേ മൈനസ് തിരിച്ചു വരുമ്പോൾ അവിടുത്തെ മൊമെൻറ്റം എന്ന് പറയുന്നത് -mcx. അപ്പോൾ mcx മൈനസ് ഓഫ് mcx എന്ന് പറയുമ്പോൾ ഈ മൈനസും ചേർന്നിട്ട് അതെന്തായിട്ട് മാറും, പ്ലസ് ആവും. അപ്പോൾ നമ്മൾ mcx + mcx എന്നാവും. അപ്പോൾ അവിടുത്തെ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് 2mcx ആയിട്ട് മാറും. ഇത് മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് 2mcx. ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കിത് ലെങ്ത്ത് നോക്കണം, ടോട്ടൽ ലെങ്ത്ത്. അപ്പോൾ ഇത് കൊളൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഫേസ് എയിലോട്ട് ഒന്നുകൂടെ കൊളൈഡ് ചെയ്യണം. ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ ഒരു തവണ ആ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് L ആയിരിക്കും. തിരിച്ച് പോയി വരുമ്പോൾ വീണ്ടും ഒരു ലെങ്ത്ത് L. അപ്പോൾ രണ്ട് ലെങ്ത്തും കൂടി ചേരുമ്പോൾ ലെങ്ത്ത് എന്ന് പറയുന്നത് 2L ആണ്. അപ്പോൾ അവിടുത്തെ ലെങ്ത്ത്, അവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അവിടെ 2L ആണ് ഡിസ്റ്റൻസ്. അത് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ അവിടുത്തെ കൊളീഷൻസ് ഓൺ ഫേസ് A പെർ സെക്കൻഡ്, നമ്പർ ഓഫ് കൊളീഷൻസ് ഓൺ. അപ്പോൾ എത്ര കൊളീഷൻസ് ആ ഒരു എയിൽ പെർ സെക്കൻഡിൽ ഉണ്ടായി എന്ന് നോക്കണം. അതായത് ആ ഒരു ഫേസ് എ എന്ന് പറഞ്ഞ ഫേസിൽ എത്ര നമ്പർ ഓഫ് കൊളീഷൻസ് പെർ സെക്കൻഡ് ഉണ്ടായി നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ജസ്റ്റ് വെലോസിറ്റിൻ്റെ ഇക്വേഷൻ നോക്കി വയ്ക്കുക. നമുക്കറിയാം വെലോസിറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഞാൻ ഡിസ്പ്ലേസ്മെൻറ്റ് L എന്ന് പറഞ്ഞ് സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം. അപ്പോൾ നമ്മളിവിടെ വെലോസിറ്റി cx എന്നാക്കി എടുത്തു. അപ്പോൾ ആ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, നമുക്ക് ടൈമിൻ്റെ ഇക്വേഷൻ നോക്കാം. ടൈമിൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുമ്പോൾ നമുക്ക് ടൈം T = നമുക്കിവിടെ അത് ഞാൻ പറയാം. ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് ഇവിടെ ലെങ്ത്ത് എത്രയാണ്, നമുക്ക് ഇവിടുത്തെ ലെങ്ത്ത് എന്ന് പറയുന്നത് 2L ആണ്. വെലോസിറ്റി cx ആണ്. അപ്പോൾ നമ്മളത് അതനുസരിച്ച് എഴുതുന്നു. അപ്പോൾ ഞാൻ വേണമെങ്കിൽ 2L എന്നാക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടൈമിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും 2L/cx. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, സാധാരണ വെലോസിറ്റിൻ്റെ ഇക്വേഷനാണ്, നമ്മൾ ഇവിടുത്തെ ആ ടേംസ് ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ടൈം 2L/cx കിട്ടി. അപ്പോൾ നമ്പർ ഓഫ് കൊളീഷൻസ് പെർ സെക്കൻഡ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ 1 ടൈം പെർ കൊളീഷൻ, നമുക്ക് 1 എത്രയാണോ അവിടെ ടൈം അതാണ് എഴുതേണ്ടത്. അപ്പോൾ 1 നമുക്ക് ടൈം എത്ര നമുക്ക് അറിയാലോ, 2L/cx. 1/2L/cx നമ്മൾ എഴുതി. ഇനി നമ്മളിത് മുകളിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, നമുക്ക് നമ്പർ ഓഫ് കൊളീഷൻസ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് cx/2L. cx എന്ന് പറഞ്ഞാൽ അവിടുത്തെ വെലോസിറ്റി, 2L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആ ഡിസ്റ്റൻസ്. ഓക്കെ, അതാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് അതവിടെ അതുപോലെ ഉണ്ട്, ടെക്സ്റ്റിലുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് നോക്കുമ്പോൾ നമുക്ക് വൃത്തിയായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്പർ ഓഫ് കൊളീഷൻസ് ഓൺ ഫേസ് A പെർ സെക്കൻഡ് എന്ന് പറയുന്നത് cx/2L ആണ്. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം പെർ സെക്കൻഡ് നോക്കാം. നമുക്ക് നമ്പർ ഓഫ് കൊളീഷൻസ് പെർ സെക്കൻഡ് കിട്ടി, അത് cx/2L ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മൾ നേരത്തെ ചേഞ്ച് ഇൻ മൊമെൻറ്റം കണ്ടുപിടിച്ചല്ലോ, അത് അവിടെ ഉണ്ട് 2mcx. അതേ ഇൻറ്റു നമ്മുടെ നമ്പർ ഓഫ് കൊളീഷൻസ് പെർ സെക്കൻഡ് എത്രയാണോ അത് മൾട്ടിപ്പിൾ ചെയ്യാം. ഇപ്പോൾ 2mcx ഇൻറ്റു cx/2L. അപ്പോൾ ഇവിടെ 2 എന്ത് ചെയ്ത് വെട്ടിപ്പോകും, അത് ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, എന്നിട്ട് ഈ cx ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ എഴുതി കാണിക്കാം. ഇത് നോക്കിയാൽ മനസ്സിലാവും, ഈ 2 ഇവിടെ എന്ത് ചെയ്ത് ക്യാൻസൽ ചെയ്ത് പോകും, വെട്ടിപ്പോവും. പിന്നെ ഈ cxും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് cx² ആവും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എന്താണ് ആ ചേഞ്ച് ഇൻ മൊമെൻറ്റം പെർ സെക്കൻഡ് എന്ന് പറയുന്നത് mcx²/L എന്ന് കിട്ടും. അപ്പോൾ നമ്മളിത് ആ ഒരു സൈഡിലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ കൊളീഷൻ ചെയ്യുമ്പോൾ രണ്ട് ഇങ്ങനെ എന്താണ് ഓപ്പോസിറ്റ് വരുമല്ലോ. അപ്പോൾ ആ ഒരു ഓപ്പോസിറ്റ് സൈഡ്സ്, രണ്ട് ഓപ്പോസിറ്റ് ഫേസസിൽ എക്സ് ആക്സിസിലുള്ള ഓപ്പോസിറ്റ് ഫേസ് എന്ന് പറയുന്ന സമയത്ത് നമ്മളിത് രണ്ടെണ്ണം കൂടെ ആഡ് ചെയ്യുക.
2 തവണ വരുമ്പോൾ mcx²/L പ്ലസ് mcx²/L. അപ്പോൾ എന്താവും 2mcx²/L എന്ന് കിട്ടും. ഓക്കെ, 2mcx²/L. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം പെർ സെക്കൻഡ് ഡ്യൂ ടു ദ ഇമ്പാക്ട് ഓൺ ദ 2 ഓപ്പോസിറ്റ് ഫേസസ് എലോങ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് 2mcx²/L. ഇതുവരെ മനസ്സിലായില്ലേ? ഇനി നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് എക്സ് ആക്സിസിൻ്റെ കാര്യമാണ്. ഇനി നമുക്ക് ആ ടോട്ടൽ എക്സ് വൈ സെഡ് ഈ 3 ഡയറക്ഷൻസിലുള്ള കാര്യങ്ങളോട് നമ്മൾ എഴുതുന്നു. അപ്പം അങ്ങനെയാവുന്ന സമയത്ത് നമ്മൾ നോക്കുക, നമ്മൾ നേരത്തെ എഴുതിയ സെയിം സാധനം 3 ഡയറക്ഷനിലും കൂടെ ആഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം 2mcx എക്സ് ഡയറക്ഷനിൽ വരുന്ന സമയത്ത് 2mcx²/L പ്ലസ് 2mcy² പ്ലസ് y²/L പ്ലസ് 2mcz²/L. ഇത് 3 കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇത് 3ലും കോമൺ ആയിട്ട് 2m/L ഉണ്ട്. 2m/L കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2m/L പുറത്തെടുത്തിട്ട് cx² പ്ലസ് cy² പ്ലസ് cz² എന്ന് എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് 3 അങ്ങനെ പുറത്തെടുത്തിട്ട് ഇതെഴുതി. 2m/L പുറത്തെടുത്തിട്ട് ഇത് 3 നമ്മൾ എഴുതി. ബാക്കി ഇനി നമ്മൾ നേരത്തെ ഫസ്റ്റ് ഒരു ഇക്വേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. c² എന്ന് പറയുന്നത് cx² പ്ലസ് cy² പ്ലസ് cz² ആണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളിവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത് എന്താണ്, അതും സെയിം അല്ലേ, cx² പ്ലസ് cy² പ്ലസ് cz². അപ്പോൾ ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ c² അങ്ങോട്ട് എഴുതി വെച്ചു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആ ഒരു ഇക്വേഷൻ ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം പെർ മോളിക്യൂൾ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 2mc²/L എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുവരെ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ആ ഒരു മോളിക്യൂളിലെ കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം ആ ഒരു കണ്ടെയ്നറിൽ n മോളിക്യൂൾസ് ഉണ്ടെന്ന്. അപ്പോൾ n മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ മോളിക്യൂൾസിൻ്റെ വെലോസിറ്റി നമ്മൾ എന്താ എടുക്കുക, c1. ഒന്നാമത്തെ മോളിക്യൂളിൻ്റെ വെലോസിറ്റി c1, അടുത്തത് c2, അങ്ങനെ ഓരോ മോളിക്യൂൾസിൻ്റെയും നമ്മൾ വെലോസിറ്റി c1 c2 c3 അങ്ങനെ എല്ലാം എടുക്കും. അപ്പോൾ n മോളിക്യൂൾസ് എന്ന് വരാമെന്ന് പറയുമ്പോൾ cn വരെ നമ്മൾ എടുക്കും. c1 c2 അങ്ങനെ cn വരെയുള്ള മോളിക്യൂൾസിൻ്റെ വെലോസിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഓരോ മോളിക്യൂൾസിൻ്റെ അപ്പോൾ ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം പെർ സെക്കൻഡ് പെർ സെക്കൻഡ് ഫോർ n മോളിക്യൂൾസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, എല്ലാ മോളിക്യൂൾസിൻ്റെ ആ ഒരു സംഭവം എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ ആദ്യം ഒന്നാമത്തെ എടുത്തു 2mc1²/L. സെയിം സംഭവം നമ്മൾ ഓരോ മോളിക്യൂൾസ് എല്ലാം കൂടെ ചേർത്ത് ആഡ് ചെയ്യണം. അപ്പോൾ 2mc2²/L പ്ലസ് അങ്ങനെ പോയി 2mcn²/L എന്ന് നമ്മൾ ചേർത്ത് എന്ത് ചെയ്യുന്നു, എഴുതുന്നു. അപ്പം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ കോമൺ ആയിട്ടുള്ള സാധനം എന്ത് ചെയ്യുക, പുറത്തെടുക്കാം. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ടുള്ളത് 2m/L ആണ്, ഇവിടെ കോമൺ ആയിട്ടുള്ള ഇത്. അപ്പോൾ നമ്മൾ 2m/L പുറത്തെടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ള സാധനം എല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ബാക്കിയുള്ളത് c1² പ്ലസ് c2² c3 അങ്ങനെ പോയി cn². ഇതാണ് ഇവിടെ കോമൺ ആയിട്ടുള്ള കാര്യം. നമ്മുടെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ സെയിം ഇക്വേഷനിലോട്ട് നമ്മൾ മുകളിലും താഴെയും എന്ത് ചെയ്യുക, സെയിം സാധനം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതുപോലെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ മുകളിൽ ഈ ഇക്വേഷൻ്റെ ന്യൂമറേറ്ററിൽ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിനോമിനേറ്ററിൽ n വെച്ച് ഡിവൈഡ് ചെയ്തു. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ 2 × 2/2 ചെയ്തു എന്ന് വിചാരിക്കാം. നമ്മൾ 2 വെച്ച് മുകളിലും താഴെയും ഒരേപോലെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ആ ഒരു സംഭവത്തിൽ വാല്യൂ ചേഞ്ച് വരുന്നുണ്ടോ? 2 × 2 അവിടെ വെട്ടിപ്പോവില്ലേ? അപ്പോൾ ബാക്കി നമുക്ക് കിട്ടുന്നത് 2 തന്നെയാണ്. ആ ഒരു ഇക്വേഷന് ചേഞ്ച് വരില്ല. നമ്മൾ സെയിം ആയിട്ടുള്ളൊരു സാധനം ആ ഇക്വേഷനിൽ മൾട്ടിപ്ലൈ ചെയ്യുകയും അവർ ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ചേഞ്ച് അവിടെ ഒന്നും ആവില്ല. ഓക്കെ, നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ n വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻറ്റു ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മളിത് എവിടെയോ കണ്ടിട്ടില്ല ഈ സാധനം. ഇതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഈ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വേഷൻ ഇതാണ്, u = റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് u = √c1² പ്ലസ് c2² പ്ലസ് c3² അങ്ങനെ പോയി cn² ഡിവൈഡഡ് ബൈ n. ഇതാണ് റൂട്ട് മീൻ സ്ക്വയറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ u അതിന് നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ, ആ ഒരു റൂട്ട് മീൻ സ്ക്വയറിനെ നമ്മൾ സ്ക്വയർ വെലോസിറ്റിനെ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ u² ആകുന്ന സമയത്ത് അവിടെ എന്താകും, u² ആകുന്ന സമയത്ത് നമ്മൾ ഈ റൂട്ട് പോകും. നമ്മൾ ഏതൊരു സാധനത്തിനും സ്ക്വയർ എടുക്കുന്ന സമയത്ത് ആ റൂട്ട് അങ്ങോട്ട് പോകും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഇപ്പോൾ √3² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്താണ് 3² എന്ന് പറയുന്നത് 9 ആയിരിക്കും. അപ്പോൾ √9 വരും. √9 എന്താണ് 3 തന്നെയാണ്. നമുക്ക് ആ സാധനം തന്നെ തിരിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ റൂട്ട് ഇങ്ങോട്ട് പോയിട്ട് ബാക്കിയുള്ള നമ്മൾ എടുത്ത് എഴുതുന്നു C1² + C2² C3 അങ്ങനെ പോയി CN²/n. ഓക്കെ, അപ്പോൾ U²ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഇതേ സെയിം സാധനം നമ്മൾ ഇപ്പുറത്ത് എഴുതിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ C1² + C2² അങ്ങനെ ആ ഒരു സംഭവം C3² + CN²/n ഇതിന് പകരം നമ്മൾ ഇവിടെ എന്തെഴുതുന്നു, ആ U² എന്നുള്ള ഈ ഒരു സാധനം U² എന്നുള്ള സാധനം നമ്മൾ എടുത്തെഴുതുന്നു. അപ്പോൾ അത്രയും വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെൻറ്റം പെർ സെക്കൻഡ് ഫോർ n മോളിക്യൂൾസ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2mEl n U²/L എന്ന് പറഞ്ഞ് കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ കിട്ടിയ സംഭവം നമുക്ക് ചേഞ്ച് ഇൻ മൊമെൻറ്റം പെർ സെക്കൻഡ് നമ്മൾ അത് ഫോഴ്സിന് ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, F = നമുക്ക് കിട്ടിയ 2mn U²/L എന്ന് പറയുന്നത് Fന് ഈക്വൽ, അത് അങ്ങനെ എഴുതാം. ചേഞ്ച് ഇൻ മൊമെൻറ്റം പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ഫോഴ്സിന് ഈക്വൽ ആണ്. ഇനി നമ്മൾ വോളിയത്തിന് ഇക്വേഷൻ എഴുതാം. നമുക്ക് വോളിയം എന്ന് പറയുന്നത് അതിന് മുമ്പ് നമ്മൾ ഒന്നുമില്ല, നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് നമ്മുടെ ക്യൂബിന് എത്ര ഫേസ് ഉണ്ടെന്ന് അറിയാം. 6 ഫേസ് ഉണ്ട് ഒരു ക്യൂബിന്. അപ്പോൾ ക്യൂബിന് 6 ഫേസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഏരിയ L² ആണ്. ഏരിയ എന്ന് പറയുന്നത് L² ഇക്വേഷൻ. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 6L² എന്ന് വരും. വോളിയത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം L3. ഓക്കെ, നമുക്ക് അതുപോലെ അടുത്തൊരു ഇക്വേഷനാണ് നമുക്കറിയാം ഒരു ഗ്യാസ് പ്രഷർ P = ഫോഴ്സ്/ഏരിയ. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു P = ഫോഴ്സ്/ഏരിയ ആണ്. നമുക്കിവിടെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ഫോഴ്സ് എന്താണ്, 2mn U²/L. ഓക്കെ, അപ്പോൾ നമുക്കറിയാം P എന്ന് പറയുന്നത് ഫോഴ്സ്/ഏരിയ ഇക്വേഷൻ അറിയാം. ഇനി ഒന്നുമില്ല, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ 2mn U²/L എന്ന് പറഞ്ഞ് എഴുതിയിട്ട് താഴെ A വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2mn U²/L എന്ന് കിട്ടും. നമ്മൾ നേരത്തെ ഏരിയയുടെ ഇക്വേഷൻ പറഞ്ഞിരുന്നു, ഒരു സൈഡിന് L². അപ്പോൾ നമ്മൾ 6 സൈഡ് ഏരിയ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 6L² ആണ്. അപ്പോൾ നമ്മൾ ആ ഏരിയയുടെ ഇക്വേഷൻ എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. വേറെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 6L² എന്ന് കിട്ടും. നമുക്ക് ഈ 2ഉം 6 നമുക്ക് എന്ത് ചെയ്യാം, വെട്ടിപ്പും ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ 2ഉം 6ഉം നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകുന്നു. അപ്പോൾ നമുക്ക് അവിടെ 3 എന്ന് പറഞ്ഞ് എഴുതാം. ഇനി നമുക്കറിയാം നമ്മൾ നേരത്തെ ഒരു L ഇവിടെ ഇരിപ്പുണ്ട്. ഇനി A² നമ്മൾ Aക്ക് വരെ നമ്മൾ എന്താ ഇട്ടിരിക്കുന്നത്, 6L² ആണ്. അപ്പോൾ ആ 6L² നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ L² × L എന്ന് പറഞ്ഞാൽ എന്താണ്, L³ ആണ്, അറിയാലോ. അപ്പോൾ L³ പിന്നെ നമ്മൾ വെട്ടിപ്പോയി കിട്ടിയിട്ടുള്ള 3ഉം. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഇക്വേഷൻ എന്തായി, mn U²/3L³ എന്ന് കിട്ടി. ഈ L²ഉം Lഉം ചേർന്ന് L³ ആയി, പിന്നെ ഇത് 3 ആയി. ഓക്കെ, ഒരു ഡൗട്ടൊന്നുമില്ലല്ലോ. ഒന്നുമില്ല, നമ്മൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ട് നമ്മൾ Aയും കൂടി ഇട്ടു. എന്നിട്ട് Aൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Aൻ്റെ സംഭവം എന്താണ്, 6L². അപ്പോൾ നമ്മൾ എന്നിട്ട് വെട്ടിപ്പോയി ബാക്കിയുള്ളതൊക്കെ എടുത്ത് എഴുതി, അത്രയേ ഉള്ളൂ. അപ്പോൾ 3L³ എന്ന് താഴെ വന്നു. ഓക്കെ, ഇനി നമുക്ക് L³ എന്താണെന്നറിയാം. L³ എന്ന് പറയുന്നത് വോളിയമാണ്. അപ്പോൾ നമ്മൾ L³ പകരം അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, വോളിയത്തിന് എഴുതി. അപ്പോൾ നമുക്ക് ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എന്ത് കിട്ടി, mn U²/3V എന്ന് കിട്ടി. ഇനി ഒന്നുമില്ല, നമ്മളിപ്പോൾ ഇത്ര നേരം കണ്ടുപിടിച്ചത് പ്രഷറാണെന്ന് നമുക്കറിയാം. സോ നമ്മൾ ആ പ്രഷർ നമ്മൾ അവിടെ എഴുതി വെച്ചു. ഇനി നമ്മൾ ഈ വീന് എന്ത് ചെയ്യുക, ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. ഒന്നും ചെയ്യാനില്ല, ആ V ഇവിടെ താഴെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന V നമ്മൾ ഇക്വേഷൻ അപ്പുറത്തെ സൈഡ് കൊണ്ടുപോകുന്നു. അപ്പോൾ PV ഈ V ഇപ്പുറത്തോട്ട് വന്നു, ഈ V ഇങ്ങോട്ട് വന്നു, = നമ്മൾ ഈ 1/3 സെപ്പറേറ്റ് ആയിട്ട് എഴുതി, അത്രയേ ഉള്ളൂ. ഈ സ്മോൾ mn U². ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇക്വേഷൻ. ഇതോടെ കഴിഞ്ഞൂടെ. ഓക്കെ, ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, അവസാന സ്റ്റെപ്പിൽ നമ്മൾ ഇത്രയും ചെയ്തുള്ളൂ. നമ്മൾ Aൻ്റെയും Lൻ്റെയും Aൻ്റെയും അതുപോലെ ഏരിയ, വോളിയം ഇതിനൊക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മൾ ഇക്വേഷൻ അറേഞ്ച് ചെയ്ത് എഴുതി. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു എന്താണ് കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് കിട്ടി. PV = 1/3 mn U². അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കും. ഒന്നുകൂടെ ഓടിച്ച് പറയും. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു ക്യൂബ് എടുക്കുന്നു, അതിൽ n മോളിക്യൂൾസ് ഉണ്ട്, മാസ് m ആണെന്നൊക്കെ വിചാരിക്കുന്നു. നമ്മൾ എന്നിട്ട് അതിൻ്റെ വെലോസിറ്റി നമ്മളെടുത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ചേഞ്ച് ഇൻ മൊമെൻറ്റം കണ്ടുപിടിച്ചു. എന്നിട്ട് ചേഞ്ച് ഇൻ മൊമെൻറ്റം പെർ സെക്കൻഡ് കണ്ടുപിടിച്ചു. എന്നിട്ട് ഓപ്പോസിറ്റ് ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം കണ്ടുപിടിച്ചു. ആ ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം പെർ സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, 3 ഡയറക്ഷൻ XYZ ഡയറക്ഷനിൽ ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ n മോളിക്യൂൾസിന് അപ്ലൈ ചെയ്തു. n മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ C1 C2 അങ്ങനെ n മോളിക്യൂൾസ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അതും കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് നമ്മൾ ഫോഴ്സിലോട്ട് ഇക്വേറ്റ് ചെയ്തു. ഇപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് അതാണെന്ന് പറഞ്ഞു. എന്നിട്ട് നമുക്ക്
പ്രഷറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. അവസാനം നമ്മൾ പ്രഷറിൻ്റെ ഇക്വേഷനിൽ F/A എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ നേരത്തെയുള്ള ഇക്വേഷൻ എഴുതുന്നു. എന്നിട്ട് അതിൽ ഏരിയ എന്ന് പറയുന്നത് 6L² ആണ്. ഏരിയ എന്ന് പറയുന്നത് 6L² ആണ്. അപ്പോൾ 6L² എഴുതിയിട്ട് നമ്മൾ വെട്ടി 3 എന്നാക്കി എഴുതി. പിന്നെ L³ നമ്മൾ V എന്ന് കൊടുത്തു. ആ L³ V ആയി. അപ്പം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ലാസ്റ്റ് ഫൈനൽ ഇക്വേഷൻ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് PV = 1/3 mNu² എന്ന് കിട്ടും. അപ്പോൾ ഇത്രയുള്ള കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഡെറിവേഷൻ എന്തായാലും പഠിച്ചിരിക്കാം. നമുക്കിനി ഇത് വെച്ചിട്ട് RMS വെലോസിറ്റി കാണാം. ഓക്കെ, അപ്പോൾ RMS അതിന് മുമ്പായിട്ട് ഒരു മോൾ ഓഫ് എൻ ഐഡിയൽ ഗ്യാസ്, നമ്മൾ ഒരു മോൾ ഐഡിയൽ ഗ്യാസ് എടുക്കാം. നമുക്കറിയാം അതിൽ എന്തുണ്ടാവും, N0 ആയിട്ടുള്ള അവഗാഡ്രോ നമ്പർ ആയിട്ടുള്ള അത്രയും മോളിക്യൂൾസ് ഉണ്ടാവും. ഓക്കെ, നമുക്ക് മുമ്പ് പഠിച്ചിട്ടുണ്ട് നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എഴുതാം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്കറിയാം PV = RT. PV = RT എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എഴുതാം. ഇന്ന് നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടുള്ള PV = 1/3 mN0U² ആയിട്ടുള്ള കൈനറ്റിക് ഗ്യാസ് ഇക്വേഷനും കൂടെ എഴുതാം. ഇത് രണ്ടും നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും LHS എന്ന് പറഞ്ഞിട്ടുള്ള PV രണ്ടും സെയിം ആണ്. അപ്പോൾ ഇത് രണ്ടും സെയിം ആയ സ്ഥിതിക്ക് ഇത് രണ്ടും ഈക്വൽ ആണ്, ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതാം, ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ 1/3 mN0U² = RT. ഓക്കെ, നമ്മളത് എഴുതി. നമ്മളിത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തിട്ട് എഴുതാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം PV = നമ്മളത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് എഴുതി. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ താഴെയുള്ള നമ്മൾക്ക് RMS വെലോസിറ്റി ആയിട്ടുള്ള U ആണ് വേണ്ടത്. സോ നമ്മൾ ബാക്കിയുള്ള ടേംസൊക്കെ നമ്മൾ ഇക്വേഷൻ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. U² മാത്രം നിർത്തിയിട്ട് 3 അപ്പുറത്തോട്ട് പോയി, mN0 ഒക്കെ അപ്പുറത്ത് പോയി. അപ്പോൾ U² = നമുക്ക് എന്ത് കിട്ടും, 3RT/mN0 എന്ന് കിട്ടും. അപ്പോൾ U² = 3RT/mN0 എന്ന് കിട്ടും. അപ്പോൾ U എന്ന് പറയുമ്പോൾ അതിൻ്റെ റൂട്ട് എടുക്കാം, റൂട്ട് 3RT/mN0 എന്ന് കിട്ടും. പക്ഷെ നമുക്കറിയാം നമ്മൾ ഈ സ്മോൾ mN0നെ നമ്മൾ എന്തെന്നോ ക്യാപിറ്റൽ M ആയിട്ടാണ് എടുക്കുന്നു. സ്മോൾ mN0നെ ക്യാപിറ്റൽ M ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ mN0ൻ്റെ അവിടെ നമ്മൾ ക്യാപിറ്റൽ M എഴുതാം. അപ്പോൾ നമുക്ക് U = റൂട്ട് 3RT/m എന്ന് പറഞ്ഞ് കിട്ടും. ഇതാണ് RMS വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് കൈനറ്റിക് എനർജി. നമുക്കറിയാം ഗ്യാസ് മോളിക്യൂൾസിന് കൈനറ്റിക് എനർജി ഉണ്ടെന്ന്. അപ്പോൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ നേരത്തെ പോലെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആയിട്ടുള്ള PV = RT എഴുതുന്നു. അതുപോലെ അടുത്ത ഇക്വേഷൻ നമ്മൾ കൈനറ്റിക് ഇക്വേഷൻ ആയിട്ടുള്ള PV = 1/3 mN0U² എന്ന് എഴുതുന്നു. ഇനി എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ പോലെ നമ്മൾ അത് രണ്ടും ഇക്വേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, PV = നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എടുക്കാം. ഐഡിയൽ ഗ്യാസ് അല്ല, നമ്മുടെ കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ ഇല്ലേ, അതെടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ സെയിം സാധനം കൊണ്ട് മുകളിലും താഴെയും ഡിവൈഡ് ചെയ്യുമ്പോൾ പ്രശ്നമൊന്നും വരില്ല എന്ന്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളിവിടെ PV = 1/3 × 2/2 ചെയ്യാം. മുകളിലും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, താഴെയും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 2 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും, അവർ ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു, അത്രയേ ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അറേഞ്ച് ചെയ്ത് അപ്പോൾ ഈ 2/3 എന്ന് എഴുതിയിട്ട് ഈ 1/2 നമ്മൾ സെപ്പറേറ്റ് എഴുതുന്നു. എന്നിട്ട് നിങ്ങൾക്ക് കാണുന്നതിന് മനസ്സിലാവും 1/2 mN0U² എന്ന് വരും. നമുക്കറിയാം 1/2 mV² എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ്, അതിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ 1/2 mN0U² എന്ന് പറയുന്നതും കൈനറ്റിക് എനർജിയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ നമുക്ക് കിട്ടും PV = 2/3 EK. ഇങ്ങനൊരു ഇക്വേഷൻ നമുക്ക് കിട്ടി. നമുക്ക് ഇപ്പോഴും കൈനറ്റിക് എനർജിയുടെ കറക്റ്റ് ഇക്വേഷൻ കിട്ടിയിട്ടില്ല. നമുക്കറിയാം PV = 2/3 EK എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടി നമുക്കിപ്പോൾ. നമുക്കറിയാം ഈ EK എന്ന് പറയുന്നത് 1/2 mNu² എന്ന് പറയുന്നതും ടോട്ടൽ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഓഫ് N0 മോളിക്യൂൾസ് പ്രസൻറ്റ് ഇൻ 1 മോൾ ഓഫ് ദി ഗ്യാസ് ആണ്. ഒരു മോൾ ഓഫ് ഗ്യാസിൽ N0 മോളിക്യൂൾസ് ഉണ്ടല്ലോ, അതിൻ്റെ ടോട്ടൽ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയാണ് ഈ പറഞ്ഞ EK എന്ന് പറയുന്നത്. നമ്മളിതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുന്നു. നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ളതൊന്ന് നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുന്നു. നമുക്കറിയാം PV = RT, PV = 2/3 PV = 2/3 EK. നമുക്ക് ഇപ്പോൾ കിട്ടിയ ഇക്വേഷൻ നമ്മൾ എഴുതുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുന്നു. ഇത് രണ്ടും സെയിം ആണല്ലോ, അപ്പോൾ ഇത് രണ്ടും സെയിം ആയിരിക്കും. നമ്മൾ ഇക്വേറ്റ് ചെയ്ത് എഴുതുന്നു. RT = 2/3 EK എന്ന് എഴുതുന്നു. എന്നിട്ട് നമ്മൾ EKനെ മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കിയൊക്കെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ 3RT/2 എന്ന് കിട്ടും, = 3/2 RT എന്ന് കിട്ടും. ഓക്കെ, ഇത് ഞാൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത്, നമുക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കണം. ജസ്റ്റ് ഒന്ന്
ഒന്നുകൂടെ കണ്ടാൽ മതി. അത്രയേ ഉള്ളൂ. സാധാരണ കുറച്ച് ഇക്വേഷൻസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ 3/2 RT എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ കൈനറ്റിക് എനർജി എന്തായിട്ട് കിട്ടി? E = 3/2 RT എന്ന് കിട്ടി. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതും ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി പെർ മോൾ ആയിരുന്നു. പെർ മോൾ ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് ആണ് കണ്ടുപിടിച്ചത്. ഓക്കെ, അതെന്ന് പറയുന്നത് നമുക്കറിയാം, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഈ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി പെർ മോൾ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കെൽവിൻ ടെമ്പറേച്ചർ ആയിരുന്നു. ഇന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളിക്യൂളാണ്. ഓക്കെ, എനർജി പെർ മോളിക്യൂളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പോലെ EK എന്ന് എഴുതിയിട്ട് നമ്മൾ ആ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ EK ഉണ്ടല്ലോ, അതങ്ങനെ എഴുതാം. എന്നിട്ട് നമ്മൾ മോളിക്യൂൾ ആയതുകൊണ്ട് N0 ഇടുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ EKയുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 3/2 RT. അതും നമ്മൾ എഴുതിയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് അറിയാം ഈ R/N0 എന്ന് പറയുന്നത് R/N0 എന്ന് പറയുന്നത് ബോൾസ്മാൻ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള K ആണ്. R/N0 എന്ന് പറയുന്നത് ബോൾസ്മാൻ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള K ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നേരത്തെ എഴുതിയ നമ്മൾ ഡിവൈഡ് ചെയ്തല്ലോ N0. അപ്പോൾ നമ്മൾ R/N0 മാറ്റി എഴുതിയിട്ട് അതിന് പകരം R/N0ക്ക് പകരം നമ്മൾ K ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് നിങ്ങൾ നോക്കാനൊന്നുമില്ല. അതിൽ R/N0ക്ക് വരും K ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ബോൾസ്മാൻ കോൺസ്റ്റൻ്റ് വാല്യൂ എന്ന് പറയുന്നത് 1.3805 × 10⁻⁻23 J/Kelvin ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇത് സ്മോൾ ലെറ്റർ K ആണ് കേട്ടോ, ക്യാപിറ്റൽ അല്ല. ഇപ്പോൾ ബോൾസ്മാൻ കോൺസ്റ്റൻ്റ്. അപ്പോൾ നമുക്ക് ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ എന്ന് പറയുന്നത് 3/2 KT എന്ന് കിട്ടി. അങ്ങനെ 3 ഇക്വേഷൻ നമ്മൾ പഠിച്ചു. RMSൻ്റെയും അതുപോലെ ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ, പിന്നെ ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജി. ഓക്കെ.